കെനസെറ്റിലെ മോദിയുടെ പ്രസംഗം. മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നവരൊക്കെ കേൾക്കേണ്ടതാണ്. ഇംഗ്ലീഷിലുള്ള മനോഹരമായ പ്രസംഗം. അതിൽ മോദി ഒക്ടോബർ 7-നെ കുറിച്ച്, ആ വേദനയെക്കുറിച്ച് വളരെ വൈകാരികമായി പറയുന്നുണ്ട്. ആ വേദന ഞങ്ങളുടെയും വേദനയാണ്, അതെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ് മോദി വൈകാരികമായി പ്രസംഗിക്കുകയാണ്. Honorable members, I also carry with me the deepest condolences of the people of India for every life lost and for every family whose world was shattered in the barbaric terrorist attack by Hamas on October 7. We feel your pain. We share your grief. India stands with Israel firmly, with full conviction in this moment and beyond. No cause can justify the murder of civilians. Nothing can justify terrorism. India has also endured the pain of terrorism for a long time. യഥാർത്ഥത്തിൽ മോദിയുടെ പ്രസംഗത്തിന് കിട്ടിയ കയ്യടിയേക്കാൾ കൂടുതൽ എം പിമാർ അറിയാതെ എണീറ്റ് നിന്നു എന്നതാണ്. അവരങ്ങ് ആവേശഭരിതരായി മോദിയെ സ്വീകരിച്ചു എന്നതാണ്.